നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിയടാ. സൺസെറ്റ് പോയി ഒന്ന് കാണിച്ചു. ഇവിടെ എന്താ വെള്ളം ഇല്ലാത്ത നാട്ടിൽ പാവം നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഉണ്ണി സമ്മതിക്കുന്നില്ല. ഞങ്ങൾ 4 ആളുണ്ട്. ചേട്ടനോട് തോഴേ കണ്ടന്റായില്ലേ? ഇന്നത്തെ കോസ്റ്റ് റൈഡ് കർണാടകയിലെ ആകുമ്പ അതാ റൈഡ്. ഏകദേശം 17 വണ്ടിയാണ് ലിസ്റ്റുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ളത് 1, 2, 3, 4, 5, 6, 7, 8, 9 വണ്ടിയാണ്. 7 വണ്ടി എത്താണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തലപ്പാടി ടോളിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാം കണ്ടിട്ടാൽ നമ്മൾ സപ്പോർട്ട് ആക്കണം. നമ്മൾ ക്യാമ്പിംഗ് വീഡിയോ ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ബൈക്കിൻ്റെ റൈഡിൻ്റെ വീഡിയോയിലോട്ട് നമ്മൾ മാറിയതാണ്. കാർബോണിൻ്റെ അകത്തില്ല ഒരാളുണ്ട്, കാണിച്ചു തരാം. ഞാനിപ്പം തൊടുന്നത് ഇപ്പം അതാ പോണ്. ചായക്ക് എങ്ങനെയുണ്ട് മക്കളെ? എങ്ങനെയാ? അതല്ലേ തീരുമാനിച്ച സർപ്പു അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് സൂര്യനൊക്കെ വന്ന് ലൈറ്റ് വന്ന് നേരത്തെ വരുമ്പോൾ ഇരുട്ടായിരുന്നു. പെട്രോൾ അടിക്കാൻ അത് വരെ എടുക്കും. പോ നന്മയുള്ള ലോകമേ. അത് തൊഴിലാ ചേട്ടനോട് തൊഴേ കണ്ടന്റായില്ലേ? ഫുള്ള് മതി. ഫാൾസ് അങ്ങനത്തെ എല്ലാം. അപ്പോൾ എല്ലാവരും ഫ്യൂലൊക്കെ അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. നേരെ ഉടുപ്പിയിലോട്ടാണ് വരുമ്പോൾ കാര്യമായ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അത് കാണിച്ചാ ആള് സ്പോട്ടിൽ വരുന്നല്ലേ. നോക്കണം, ശ്രദ്ധിക്കേണ്ടത്. തേങ്ങ കുറഞ്ഞ ഒരു ഗുണമില്ലല്ലോ. ഇവിടെ വാ. 23 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത്. അതുവരെ വിടുക. ഓക്കെ ഗൈസ്, അങ്ങനെ ഉടുപ്പി ടോളിലേക്ക് എത്തി. സമയം 7:40. അപ്പോൾ ബാക്കി ബൈക്കെല്ലാം ബാക്കിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഉടുപ്പി ടോളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഒരു ബൈക്ക് കൂടെ എത്താണ്. നമ്മളെ മിസ്റ്റർ സർപ്പുവിൻ്റെ ബൈക്ക് എത്തിയിട്ടില്ല. ഓക്കെ, 28 കിലോമീറ്ററാണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. ഫുഡിങ് ആക്കാനുള്ളൊരു സ്പോട്ട്. വാ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. ഉടുപ്പി ജംഗ്ഷനാണ്. നമുക്ക് പോകേണ്ടത് ഈ ഭാഗത്താണ്. ഉടുപ്പിയിലുള്ളൊരു ഹോട്ടലിലായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഹോട്ടൽ രത്ന പാലസ് മൾട്ടി കസിൻസ് ഫാമിലീസ്. അതായത് മലയാളം അത് അല്ലേ? മലയാളം അല്ല താഴെയുള്ളത്. അല്ല അങ്ങനത്തെ ഒരു മലയാളം.
സ്റ്റൈലാക്കിയതാ. എന്താ ഓർഡർ ആക്കിയില്ലേ? മൈസൂർ മസാല. അതെ ആ സ്റ്റോറിയിൽ കണ്ടില്ല ഇങ്ങനെ. ഞാൻ കഴിച്ചത് കാണുന്നുണ്ടോ? 3 വട, 3 വടക്ക് 90. വൻ ബില്ലാണ്. ബാക്കി എല്ലാവരും ഫുഡൊക്കെ ബില്ല് എത്ര വന്നാ നിൻ്റെ അല്ലോ? മുജി എല്ലാം കുറേ ഐറ്റം അടിച്ച് കയറ്റല്ലേ ബില്ല് വരുന്ന നോക്കിയപ്പോൾ 90. 3 വടക്ക് 90 വടൻ. ആ പറ. തീം കൊട്രാ. പാടില്ല വാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം ആക്കി. ബ്രേക്ക്ഫാസ്റ്റ് ഫുഡെല്ലാം ആക്കിയിട്ട് 2-3 പ്രാന്തന്മാരെ വെയിറ്റ് ആക്കുന്നുള്ളത്. ഇതെന്തോ ബസ്, ഏത് സ്ഥലമൊന്നും കിട്ടുന്നില്ല. നല്ല വലിയ ബിൽഡിംഗ് ആണ്. സർപ്പുവിൻ്റെ വണ്ടി. സർപ്പോ തടയുന്നുണ്ടോ? എന്തോ സ്ക്രാച്ച് ആക്കിയിട്ട് തടയുന്നു. തീട് പട്ടു ടാങ്ക് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കെടുത്തി. നേരെ ആകുമ്പോൾ 30 കിലോമീറ്റർ ഉണ്ട്. വീഡിയോ കറക്റ്റായിട്ട് ഷൂട്ടാക്കാൻ പറ്റിയില്ല. വെച്ചാൽ കുറച്ച് ലോങ് ആയത്, പിന്നെ വണ്ടി കൂടിയോണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒന്ന് കറക്റ്റായിട്ടൊന്നും ഷൂട്ടാക്കില്ല. ഇയാൾ നമ്മൾ വിചാരിച്ചവരല്ല. ഇയാൾ ഇതെവിടെ ഒരു സിഗരറ്റിൻ്റെ കുറവുണ്ടായിരുന്നു. അതൊരു സിഗരറ്റ് വാങ്ങി. ഇപ്പൊ കുട്ട നിന്നോടല്ലേ ജാക്കറ്റിന്റെ പ്രൈസ് ചോദിച്ചത്? പ്രൈസ് ചോദിക്കും. ഒരു സിഗരറ്റ് വെയിറ്റ് നടതാ. വാ വാ ഇടവാ. ഒന്ന് രണ്ട് കൊള്ളാല. വാ വാ, ഈ ഗ്യാപ്പിന് വാ. വാ പോയിടാ. ചാവിയുടെ അടുത്തോ? ചാവി കൊരങ്ങന് ഭ്രാന്തൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. വായിപ്പിച്ചോ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിയടാ. ആകുമ്പോ സൺസെറ്റ് പോയി ഉള്ളിലോട്ട് പോട്ട്. പച്ച രമണിയായ സ്ഥലങ്ങൾ. രമണി വീട്ടിൽ പോയി. വാ ഓ തോക്കള സീന്. ഒരിക്കലും മുളക് കേട്ടാ പോയിട്ടാ. ഈ കുറക്കണ ചൂടന്. ചുക്കുടു 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 ചുക്കുടു. കേരളത്തിനാ? കേരളത്തിനാ? ആ കേരളം. എവിടുന്ന്? കാസർഗോഡ്. കാസർഗോഡാ? നീ എവിടെ? ഞങ്ങള് മംഗലാപുരം. മംഗലാപുരാ? ശരിക്കും നാളെ കേരള? കോട്ടയം. കോട്ടയം. ഓ
പഠിക്കുവോ? പഠിക്കുന്നുള്ളതാണ്. ഇങ്ങോട്ടേ പോന്നേ? നേരത്തെ എത്തിയില്ല രാവിലെ? അല്ലല്ല, ഞങ്ങൾ ഇപ്പൊ എത്തിയുള്ളൂ. എത്തിയിട്ട് ജസ്റ്റ് മുകളിലേക്ക് പോവാം. ശരി, ഓക്കെ ശരി. പണ്ടുണ്ടായതാ കൊരങ്ങച്ചൻ. ഞങ്ങള് ആകുമ്പേൻ്റെ സൺസെറ്റ് വ്യൂ പോയിട്ട് അതൊന്ന് കവറാക്കി. നല്ല അടിപൊളി സ്ഥലം. പക്ഷേ കൂട്ടാ പോയിക്കോ, ഇത് ഭയങ്കര എയർപിന്നാണ്. നല്ല വ്യൂ പോയിന്റ് ഇഷ്ടം പറ്റോ. ಎಷ್ಟು ಜನ ಉಂಟು ನೋಡಿ. ಹಲೋ, ಎಷ್ಟು ಜನ ನೋಡಿ, ಎಷ್ಟು ಜನ ಉಂಟು? 12 ಅಲ್ಲ 12. ಅಲ್ರ ഇവിടെ വെള്ളം ഇല്ലെന്നല്ലോ പറഞ്ഞില്ല സിറാജു? ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറി. അപ്പോൾ ഞാനും മുട്ടൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. പിന്നെ ബാക്കി ബൈക്കെല്ലാം എത്തുന്നില്ല. അപ്പോൾ വെള്ളം കുറവെന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ ഏട്ടാ പറ, കണ്ടിന്യൂ. ഫാൾസ് വേഴ്സ് മൂട് ക്യാമറ ഓഫ് ആക്കിയാ ഹോട്ടലിൽ പറ്റിയ മുതലായിട്ടാണ് എല്ലാം പറക്കിട്ടാ എല്ലാം ഡിഷ് ഇട്ടിട്ടല്ലേ റണ്ണിങ് തുടച്ചോണ്ടിരിക്കുന്നത് തന്നെ, പോളിഷ് ആക്കുന്നത് തന്നെ. എടാ പോട്ടാ, ഓക്കെ ബൈ. നീ എന്ത് പറയണ്ടേ? കല്ലുവെച്ചല്ലോ ഓർമ്മയുണ്ട അല്ല അതിലെ കൊണ്ടോണ്ടേ ഞാൻ താങ്ങിയത്. കുറച്ച് നടക്കാണ്ടാ, കിലോമീറ്റർ ഇല്ല 300 മീറ്റർ അങ്ങനെ എന്തോ. ഗൈസ്, അപ്പൊ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഉണ്ണി സമ്മതിക്കുന്നില്ല, ഞങ്ങൾ 4 ആളുണ്ട്. ഓരോ ചോടും ശ്രദ്ധിച്ചു വെച്ചില്ലെങ്കിൽ തവിട് പൊടിയായി താഴെ കിടക്കും. ഞാൻ പറഞ്ഞ സൗണ്ട് കേൾക്കുന്ന പറഞ്ഞില്ല, വെള്ളം ഉണ്ടാ താഴെ നോക്കി തന്നെ വെച്ചോ കാല്. അനീഷ വെള്ളം ഇതാ കുറച്ചുണ്ടാ, വെള്ളം കുറവാ. ഓ കുളിക്കാനുള്ളതുണ്ടാ, ഫാൾസ് ഇല്ല. ഏതാ പോടാ ഇതിൽ കൊണ്ടാ ഏറി ഇങ്ങനെ വെച്ചില്ലെങ്കിലേ എന്തെങ്കിലും കയറും, അട്ട മറ്റേ കയറും. അതിന് നോക്കട്ടെ, അനീഷ് നോക്കട്ടെ. ഗൈസ് അങ്ങനെ നമ്മളെ തിരികാണ്, ഇവിടെ നടക്കുകയാണ്, വാടി നടക്കുന്നില്ല. ഇതാണ് വെള്ളച്ചാട്ടം. ബാക്കിലൊരു പൈപ്പ് തുറന്നിട്ടിരുന്നല്ലോ, സൗണ്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ വെള്ളച്ചാട്ടം കാണുന്നില്ലല്ലോ. ഗൈസ് മഴക്കാലത്ത് വരുന്നുണ്ടെങ്കിൽ പൊളി
സീനായിരുന്നു. നല്ല പ്രകൃതി കാര്യമായ കാടവാ. പ്രമുഖ സിംഗർമാരാണ് ഈ കാണുന്നത്. മിസസ് രാജ്, മിസസ് സർപ്പു. ആ ഗയാ ആ ഗയാ ദിൽ തുവാരെ ആ ഗയാ ആ ഗയാ. കിളിയുള്ള കലവാളല്ല കൂന്തൽ കണ്ണപ്പോ കണ്ണമൂടക്കി ചിരിക്കല്ല പിന്നെ കല്യാണി നിന്റെ ഭാരത പുള്ളി എന്നെ കുടിക്കില്ല കണ്ണിലെ നിറ കണ്ട് കയ്യിലെ വള കണ്ട് കാതിലെ എനിക്കെന്റെ നോക്കല്ല ഒരു തീനി നീ താഴേക്ക് മുടങ്ങി സാരില്ല. ഫോണില്ല വളരെ ഫുൾ വൈബാണ് ഗൈസ്. കുളിസീൻ ഗൈസ്, കുളിസീൻ. ഒരു സ്കാച്ചിനായി ബുർജ് കൊലീപ്പിയ കൊറേ ഉണ്ടല്ലോ, 3 ഉണ്ടല്ലോ. കൊട്ടകട ഫോട്ടോ എടുത്തത് ഫോട്ടോ നമ്മള് തിരിച്ച് അടുത്ത നെക്സ്റ്റ് ഒരു വ്യൂ പോയിന്റ് കൂടി പോവുകയാണ്. അതാ പൊട്ടുന്ന ഓ രണ്ട് വണ്ടി ഫ്രണ്ട് പോയിനാ. ബെന്നിച്ചേട്ടാ, ഈ കണ്ട കാടും വീടും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി. അനീഷടുത്ത വെള്ളച്ചാട്ടം വെള്ളം ഉണ്ടായില്ലേ? ആ യെസ്. ഗോപ്രോ ഡ്രോൺ ഇപ്പോ ചൂട് ചൂട് പാറക്ക് എല്ലാം ഞാൻ വിട്ടാലോ. ഇവിടെ എന്താ വെള്ളം ഇല്ലാത്ത നാട്ടിൽ പാവം. ഞാൻ അടുത്ത നിക്കറാ. നീ വയ്ക്ക് നിക്ക്. ഞാൻ ഗോപ്രോ അങ്ങോട്ട് വെക്ക്. വെള്ളം അമൂല്യമാണ്. വെള്ളമില്ലാത്ത ഇവന്റെ ഇത് കാരണം നമുക്ക് വെള്ളം കിട്ടി. എനിക്കത് മതിയല്ല. ഞാൻ കുടിക്കണ്ടേ? കുട്ടനുണ്ട്. ഏടെ കാല് വെച്ചിരുന്നത്? അത് കാല് വെച്ചത് മാറിപ്പോയത്. അതേപോലെ സാഹിബ
അത് ഞാൻ പൊടിയിൽ മുഖാനതാ ഒരാൾക്കളെ പകുതി ആ വേണ്ട ഷുഗർ വേണ്ട ഫുള്ള് മിക്സിങ് അല്ല ചായ എന്ത് ഞങ്ങൾ ഫുഡാക്കാൻ നിർത്തിയിട്ട് നല്ല വൈറ്റ് റൈസ് ആണ് കർണാടക ഏത് അത് നമ്മളെ സിറാജിൻ്റെ നമുക്കിത് കറങ്ങിയിട്ട് പോവാം പൊടി വർത്തി നീ ലാസ്റ്റ് പോവാ നീ പൊടി വർത്തി ലാസ്റ്റ് വാ ബഗടാ ഗൈസ് അങ്ങനെ നമ്മൾ ഒരു ഫോട്ടോയിലേക്ക് പോയി. ഫോട്ടോ നോക്കുമ്പോൾ അവിടെ ക്ലോസ് ആയി. 3 മണിക്ക് ശേഷം ക്ലോസ് ആണ്. ഞങ്ങൾ എത്തിയത് 3:40. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ചെറിയൊരു വേറൊരു ഡാം പോലത്തെ ഒരു സ്ഥലം, അതായത് ഇങ്ങനെ പുഴ പോലത്തെ വീടൊക്കെ ജസ്റ്റ് നല്ല അടിപൊളി. എല്ലാം പോയില്ല, ഫ്രണ്ടായില്ല ഗൈസ്. അങ്ങനെ ഫുള്ള് എല്ലാം കറങ്ങി ചുറ്റി പെട്രോളെല്ലാം തീർന്ന് തീരാനായി ഗൈസ്. അപ്പോൾ നമ്മൾ ആകുമ്പോൾ റിട്ടേൺ വന്നിട്ടുള്ള ഒരു പെട്രോൾ പമ്പ് നിർത്തിയിട്ടുണ്ട്. അവിടെ മുകളിലൂടെ പെട്രോൾ പമ്പില്ല. അങ്ങനെ നമ്മളിവിടെ പെട്രോൾ എല്ലാ വണ്ടിക്ക് ഫുൾ ടാങ്ക് അടിച്ച് അങ്ങനെ 143 കിലോമീറ്റർ ഉണ്ടായി നമ്മുടെ നാട്ടിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടൊന്നും പ്ലാനാക്കിയിട്ടില്ല. പ്ലാനാക്കണ്ടത്ര റൂട്ട് പ്ലാനാക്കണ്ടത്ര. ഇനിയിപ്പോൾ നോമ്പല്ലാന്നല്ലേ, 1.5 മാസം 2 മാസം കഴിയാൻ നെക്സ്റ്റ് റൈഡ് പോകാൻ. ഓക്കെ.